മാർ വാലാഹ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ധിതനായ ഈശോയുടെ മുൻപിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ തോമാശ്ലീഹ തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് AD 52 നവംബർ 21 കേരളത്തിലെത്തി. തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിക്കുകയും കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ, കോട്ടയ്ക്കാവ്, കോക്കമംഗലം, നിലയ്ക്കൽ, നിരണം, കൊല്ലം എന്നിവിടങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. മാർ തോമാശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് കേരള മണ്ണിൽ പടർന്നു പന്തലിച്ചവരാണ് മാർ തോമാ നസ്രാണികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ സീറോ മലബാർ സഭ. മാർ തോമാശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ ആരംഭിച്ച ഈ സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ തദ്ദേശീയമായ സംവിധാനങ്ങളിലൂടെ വളർച്ച ആരംഭിക്കുകയും പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിലൂടെ ആരാധനാക്രമപരവും ഘടനാപരവുമായ വളർച്ച നേടുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭരണ സംവിധാനത്തിലായ നമ്മുടെ സഭ ഉദയംപേരൂർ സൂനകദോസിലൂടെയുണ്ടായ പ്രതിസന്ധി വഴി കൂനൻ കുരിശ് സത്യത്തിലേക്ക് നയിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലും പരിശുദ്ധ സിംഹാസനത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു. 1887 ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പയാണ് സുറിയാനി കത്തോലിക്കരെ ലത്തീൻ സഭയിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി തൃശൂർ, കോട്ടയം എന്നീ വികാരിയാത്തുകൾ സ്ഥാപിച്ചത്. 1896 കോട്ടയം, തൃശൂർ വികാരിയാത്തുകളിൽ നിന്ന് എറണാകുളം വികാരിയാത്ത് സ്ഥാപിതമാകുകയും കോട്ടയം വികാരിയാത്ത് ചങ്ങനാശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. തൃശൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം എന്നീ 3 വികാരിയാത്തുകളിലും തദ്ദേശീയ മെത്രാന്മാരെ നിയമിക്കുകയും ചെയ്തു. 1911 ജ്ഞാനായക്കാർക്കായി കോട്ടയം വികാരിയാത്ത് സ്ഥാപിതമായി. ഈ ഹൈറാർക്കിക്കൽ സംവിധാനങ്ങളുടെ പൂർത്തീകരണമായി 1923 ഡിസംബർ 21 11-ാം പിയൂസ് മാർപ്പാപ്പ എറണാകുളം വികാരിയാത്തിനെ അതിരൂപതയായും തൃശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം വികാരിയാത്തുകളെ സാമന്ത രൂപതകളായും നിശ്ചയിച്ചുകൊണ്ട് സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചു. 1962 മാർച്ച് 31 കേരളത്തിന് വെളിയിൽ നാഗ്പൂർ അതിരൂപതയിൽപ്പെട്ട വാർധ, ചാന്ത, അദിലാബാദ് എന്നീ ജില്ലകൾ ഉൾപ്പെടുത്തി സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ രൂപതയായ ചാന്ത രൂപത സ്ഥാപിതമായി. 1988 ഏപ്രിൽ 30 പ്രവാസികളായ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഭാരതത്തിലെ ആദ്യ രൂപതയായി കല്യാൺ രൂപത സ്ഥാപിതമാകുകയും മാർ പോൾ ചിറ്റിലപ്പള്ളിയെ ആദ്യ മെത്രാനായി നിയമിക്കുകയും ചെയ്തു. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ സുവർണ ദിനമാണ് 1992 ഡിസംബർ 16. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ സീറോ മലബാർ സഭയെ സ്വയം ഭരണാധികാരമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി. സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ ആന്റണി പടിയറയെയും പൊന്തിഫിക്കൽ ഡെലഗേറ്റായി മാർ എബ്രഹാം കാട്ടുമനയെയും പരിശുദ്ധ സിംഹാസനം നിയമിച്ചു. തന്റെ സ്തുത്യർഹമായ അജപാലന സേവനത്തിനു ശേഷം അഭിവന്യ മാർ പടിയറ പിതാവ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ട അഭിവന്യ മാർ വർക്കി വിധേയത്തിലിനെ 1999 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തി. 2 വർഷങ്ങൾക്ക് ശേഷം 2001 മാർച്ച് 13 സീറോ മലബാർ സഭയുടെ വിദേശ രാജ്യത്തുള്ള ആദ്യത്തെ രൂപത
അമേരിക്കയിലെ ചിക്കാഗോയിൽ സ്ഥാപിതമായി. മാർ ജേക്കബ് അങ്ങാടിയത്ത് പ്രഥമ മെത്രാനായി നിയമിതനാവുകയും ചെയ്തു. മാർ വർക്കി വിധേയത്തിൽ പിതാവ് ദിവംഗതനായ ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 2011 മെയ് 28 സീറോ മലബാർ സിനഡ് അന്ന് തക്കല രൂപത അധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരിയെ തിരഞ്ഞെടുത്തു. സഭയുടെ പിതാവും തലവനുമായ മാർ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ അനുദിനം അഭിവൃദ്ധി പ്രാപിച്ചു. തെലങ്കാനയിലെ ശംഷാബാദും തമിഴ്നാട്ടിലെ ഹൊസൂറും കേന്ദ്രമായി പുതിയ രൂപതകൾ സ്ഥാപിക്കുകയും രാമനാഥപുരം തക്കല രൂപതകളുടെ അതിർത്തി വിസ്തൃതമാക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതത്തിലെ മെത്രാന്മാർക്കായി 2017 ഒക്ടോബർ 9 എഴുതിയ കത്തനുസരിച്ച് ഭാരതം മുഴുവനിലുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും ചുമതലപ്പെടുത്തുകയും അതുവഴി സീറോ മലബാർ സഭ ഇന്ത്യ മുഴുവനും അജപാലന അധികാരമുള്ള സഭയായി ഉയർത്തപ്പെടുകയും ചെയ്തു. ഇതാണ് സീറോ മലബാർ സഭയുടെ ഭരണസിരാ കേന്ദ്രമായ മൗണ്ട് സെയിന്റ് തോമസ്. കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള സീറോ മലബാർ സഭയുടെ ശരിയായ പ്രവർത്തനത്തിനായി കേന്ദ്ര സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് മൗണ്ട് സെയിന്റ് തോമസിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയയാണ്. അതിൽ മേജർ ആർച്ച് ബിഷപ്പ്, സ്ഥിരം സിനഡ്, ബിഷപ്പുമാരുടെ സിനഡ്, കൂരിയ ബിഷപ്പ്, ചാൻസലർ, ചാൻസറി, ഫിനാൻഷ്യൽ ഓഫീസ്, ട്രൈബ്യൂണലുകൾ തുടങ്ങി വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നു. സിനഡിന്റെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന് ഭരണപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും നൽകി സഹായിക്കുന്നതിനായി രൂപം കൊടുത്ത 5 അംഗങ്ങൾ അടങ്ങുന്ന സമിതിയാണ് സ്ഥിരം സിനഡ്. മൗണ്ട് സെയിന്റ് തോമസിൽ വർഷത്തിൽ 2 തവണയാണ് മെത്രാന്മാരുടെ സിനഡ് സമ്മേളിക്കാറുള്ളത്. അജപാലന പ്രവർത്തനങ്ങൾ സഭയുടെ പൊതുനന്മയ്ക്കായി ഏകോപിപ്പിക്കുക, സഭയിൽ ഐക്യവും കൂട്ടായ്മയും വളർത്തുക എന്നിവയാണ് സിനഡിന്റെ പ്രധാന ദൗത്യങ്ങൾ. വിവിധ കമ്മീഷനുകൾ, കമ്മിറ്റികൾ, ഓഫീസുകൾ എന്നിവയുടെ കൂട്ടായ പരിശ്രമമാണ് സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. സീറോ മലബാർ സഭയിലെ വിവിധ കമ്മീഷനുകൾ: കമ്മീഷൻ ഫോർ കാറ്റക്കിസിസ്, കമ്മീഷൻ ഫോർ ലിറ്റർജി, കമ്മീഷൻ ഫോർ ഡോക്ട്രിൻ, കമ്മീഷൻ ഫോർ എക്യുമെനിസം, കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ ആൻഡ് പാസ്റ്ററൽ കെയർ ഫോർ മൈഗ്രൻസ്, കമ്മീഷൻ ഫോർ ഫാമിലി, ലേറ്റി ആൻഡ് ലൈഫ്, കമ്മീഷൻ ഫോർ ഫിനാൻസ്, കമ്മീഷൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കോൺസിക്രേറ്റഡ് ലൈഫ് ആൻഡ് സൊസൈറ്റീസ് ഓഫ് അപ്പസ്റ്റോളിക് ലൈഫ്, കമ്മീഷൻ ഫോർ ക്ലർജി, കമ്മീഷൻ ഫോർ മീഡിയ, കമ്മീഷൻ ഫോർ വൊക്കേഷൻസ്, കമ്മീഷൻ ഫോർ പബ്ലിക് അഫയേഴ്സ്, കമ്മീഷൻ ഫോർ യൂത്ത്, കമ്മീഷൻ ഫോർ ദ മേജർ സെമിനാരീസ്. സീറോ മലബാർ സഭയിലെ വിവിധ കമ്മിറ്റികൾ: എഡ്യൂക്കേഷൻ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി, കാനോനിക്കൽ ക്വസ്റ്റ്യൻസ്, കോൺഫറിംഗ് ഹോണേഴ്സ് ആൻഡ് ടൈറ്റിൽസ്, കൂടാതെ പബ്ലിക് റിലേഷൻസ് ഓഫീസ്, പോസ്റ്റലേറ്റർ ജനറൽ ഇവയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. സീറോ മലബാർ സഭയിലെ അഫിലിയേറ്റഡ് ഓഫീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്: ലിറ്റർജിക്കൽ റിസർച്ച് സെന്റർ, സീറോ മലബാർ മിഷൻ, സീറോ മലബാർ ചർച്ച് ഇന്റർനെറ്റ് മിഷൻ, സീറോ മലബാർ സോഷ്യൽ മിഷൻ നെറ്റ്വർക്ക്, സീറോ മലബാർ റിലീജിയസ് കോൺഫറൻസ്, സീറോ മലബാർ ദലിത് വികാസ് സൊസൈറ്റി എന്നിവയാണ്. ആഗോള കത്തോലിക്ക സഭയിലെ 23 സ്വയാധികാര സഭകളിൽ ഒന്നായ സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് ലോകമെമ്പാടുമായി 35 രൂപതകളും ഒരു അപ്പസ്തോലിക് വിസിറ്റേഷനുമുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം 9 മെത്രാപ്പോലീത്താമാർ, 54 മെത്രാന്മാർ, 5174 രൂപതാ വൈദികർ,
5313 സന്യാസ വൈദികർ, 35,486 സന്യാസിനികൾ, 50 ലക്ഷത്തിലധികം അൽമായർ, 2753 ഇടവകകൾ, 9 ലക്ഷത്തോളം കുടുംബങ്ങൾ, 2000-ലധികം ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, 4000-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമുണ്ട്. സീറോ മലബാർ സഭയിൽ 50 ലക്ഷത്തിലധികം വിശ്വാസികൾ ഉള്ളതിൽ 6 ലക്ഷത്തോളം വിശ്വാസികൾ പ്രവാസികളാണ്. സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് 4 വിശുദ്ധരും 2 വാഴ്ത്തപ്പെട്ടവരും 6 ധന്യപദവിയിലുള്ളവരും 15 ദേവദാസരുമുണ്ട്. നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമായ ജൂലൈ 3 സീറോ മലബാർ സഭയിൽ സഭാദിനമായി ആഘോഷിക്കുന്നു. ഒരു മഹാമാരിക്കും തളർത്താനാവാത്തതും ഒരു പ്രതികൂല സാഹചര്യങ്ങൾക്കും തകർക്കാനാകാത്തതുമാണ് തങ്ങളുടെ വിശ്വാസമെന്നുറപ്പുള്ള സഭാസമൂഹം. സഭയോടൊത്ത് സഭാ മേലധ്യക്ഷന്മാരോടും വൈദികരോടും ചേർന്ന് തോമാസ് ശ്ലീഹായിൽ നിന്നും പകർന്നു കിട്ടിയ തങ്ങളുടെ വിശ്വാസ പൈതൃകം കാത്തുസൂക്ഷിക്കുവാനും തലമുറകളിലേക്ക് കൈമാറുവാനും പരിശ്രമിക്കുന്ന സഭാംഗങ്ങൾ, അതാണ് സഭയുടെ എക്കാലത്തെയും കരുത്തും സമ്പത്തും.